വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹാഷ് വോക്കൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കൈൻ മാസ്റ്ററിൻ്റെ ഡെവലപ്പർ സൃഷ്ടിച്ച ഒരു അടിപൊളി ഫ്രീ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫ്രീ ആയി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീരെ എഡിറ്റിംഗ് അറിയാത്ത ആർക്കും വളരെ ഈസിയായി ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രധാന ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേറ്റവും വാല്യുബിളായിട്ട് എനിക്ക് തോന്നിയ വലിയൊരു പ്രത്യേകത വാട്ടർമാർക്ക് ഇല്ലാതെ വീഡിയോകൾ ഫ്രീ ആയിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാമെന്നതാണ്. മറ്റൊന്ന്, വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് റിമൂവ് ചെയ്തു പകരം പുതിയ കിടിലൻ ബാക്ക്ഗ്രൗണ്ട് അതിലേക്ക് ആഡ് ചെയ്ത് വീഡിയോ വളരെ മനോഹരമാക്കാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതിനു പുറമെ എഡിറ്റ് ചെയ്ത വീഡിയോ ഹൈ ക്വാളിറ്റിയിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നു. ഇതിനു പുറമെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കറുകൾ, ഫോണ്ടുകൾ, ട്രാൻസിഷൻസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഓഡിയോ, വീഡിയോ എഫക്റ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു അസറ്റ് സ്റ്റോർ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നു. അപ്പോൾ ഇതൊക്കെയാണിതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന പ്രധാന ചില ഓപ്ഷനുകൾ. ഇതുകൂടാതെ മറ്റു പല ഫീച്ചറുകളും ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഈസിയായി വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് സ്പ്രിംഗ് എന്നാണ്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനായി പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത് അവിടെ സെർച്ച് ബാറിൽ സ്പ്രിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന ലോഗോയിലുള്ള ആപ്ലിക്കേഷനാണ്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ലഭിക്കുന്നതാണ്. ഇവിടെ മുകളിലായിട്ട് ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ പെർമിഷൻ ചോദിക്കും, അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്ന് ഏത് വീഡിയോ ആണോ വേണ്ടത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് താഴെ ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ കാണാം. അതിലാദ്യം കാണുന്ന ക്ലിപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും മുകളിൽ റേഷ്യോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് റേഷ്യോ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 16:9 ആണ്. അതൊന്ന് ടച്ച് ചെയ്താൽ ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റേഷ്യോ ഉണ്ട്. നിങ്ങൾക്ക് ഏത് റേഷ്യോ ആണോ വേണ്ടത്, ഷോർട്ട് ആണെങ്കിൽ 9:16 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ 16:9 തന്നെ കൊടുക്കുക. ഞാനിവിടെ 16:9 തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് താഴെയുള്ള കുറേ ഓപ്ഷനുകൾ കാണാം. അതിൽ പ്രധാനപ്പെട്ട ചില ഓപ്ഷനുകൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. വീഡിയോയിലൊന്ന് ടച്ച് ചെയ്താൽ ഇവിടെ ആദ്യം കാണുന്ന ഡിലീറ്റ് എന്ന ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനൊന്ന് ടച്ച് ചെയ്ത് ഡിലീറ്റ് എന്ന് കൊടുത്താൽ ആ വീഡിയോ അവിടെ ഡിലീറ്റ് ആവുന്നതാണ്. ഇത് തൊട്ടപ്പുറത്തുള്ള സ്പ്ലിറ്റ് എന്ന ഓപ്ഷനാണ്. അത് നമുക്ക് വീഡിയോയുടെ ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്യാനുണ്ടെങ്കിൽ നേരെ കാണുന്ന ആ ലൈൻ കൊണ്ട് അവിടെ വെച്ചതിന് ശേഷം സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഭാഗം കട്ടാവും. ഇനി എവിടം വരെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആ ലൈൻ കൊണ്ട് വെച്ചെടുത്ത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് കട്ടാവുന്നതാണ്, വേറെ ആർട്ടായിട്ട് മാറുന്നതാണ്. നമുക്കത് വേണ്ടെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ആ വീഡിയോയിൽ നിന്ന് ഡിലീറ്റ് ആവുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത ഓപ്ഷൻ വോളിയം എന്നുള്ള ഓപ്ഷനാണ്. അത് നമുക്ക് വീഡിയോയുടെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. തൊട്ടടുത്തുള്ള സ്പീഡ് എന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഓഡിയോ അടക്കം വീഡിയോ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. ഇവിടെ മ്യൂട്ട് ഓഡിയോ എന്നൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓണാക്കി കൊടുത്താൽ ആ ഒരു ഭാഗം സൗണ്ട് മ്യൂട്ടാവുന്നതാണ്. പക്ഷേ വീഡിയോ അവിടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നതാണ്. തൊട്ട് താഴെ കീപ്പ് പിച്ച് എന്നൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓണാക്കി കൊടുത്താൽ ശബ്ദത്തോടു കൂടി തന്നെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ. ഇനി തൊട്ടടുത്തൊരു ഓപ്ഷൻ സ്പീഡ് കർവ് എന്നൊരു ഓപ്ഷനാണ്. അത് ഇതുപോലെ തന്നെയാണ്, സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ തന്നെ. അത് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഗ്രാഫ് മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രാഫുകൾ കാണാം. അതിൽ ഓരോന്നും സെലക്ട് ചെയ്താൽ നമ്മുടെ വീഡിയോക്ക് മാറ്റം വരുന്നതാണ്. വീഡിയോയുടെ ശബ്ദത്തിനും വീഡിയോക്കും മാറ്റം വരുന്നതാണ്. ഓക്കെ. ഇവിടെ ആദ്യം കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നതാണ്. ഇവിടെ സെൻട്രൽ കാണുന്ന ഈ ഒരു ലൈൻ മുകളിലോട്ടാക്കിയും താഴോട്ടാക്കിയിട്ട് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ വിഷ്വലും അതുപോലെ ഓഡിയോയും
മാറ്റം വരുന്നതാണ്. നമുക്ക് സെൻട്രലും ഇതുപോലെ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഭാഗം കൊണ്ടുവച്ചതിന് ശേഷം ആഡ് എന്നുള്ള ആ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ഇതുപോലെ തന്നെ റൗണ്ട് ചിഹ്നം വീഴുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് വീഡിയോയുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് റിവേഴ്സ് ഓപ്ഷനാണ്. അത് നമുക്ക് നമ്മുടെ വീഡിയോയുടെ ശബ്ദം അടക്കം റിവേഴ്സ് പൊസിഷനിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ വീഡിയോ ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അത് പ്ലേ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ഓപ്ഷനാണത്. പിന്നെ ഉള്ളത് പാൻ ആൻഡ് സൂം എന്നുള്ള ഓപ്ഷൻ. അത് നമ്മുടെ സ്ക്രീൻ സൈസ്, വീഡിയോയുടെ സ്ക്രീൻ സൈസ് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുമുള്ള ഓപ്ഷനാണ്. ക്ലിക്ക് ചെയ്താൽ ഇവിടെ സ്റ്റാർട്ട് പൊസിഷൻ, എൻഡ് പൊസിഷൻ എന്ന രണ്ട് ഇത് കാണാം. അതിൻ്റെ സെൻട്രലായിട്ട് രണ്ട് ലൈൻ കാണുന്നൊരു ബോക്സ് ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഈക്വൽ ആവുന്നതാണ്. അഥവാ സ്റ്റാർട്ട് പൊസിഷനും എൻഡ് പൊസിഷനും ഒരേപോലെ സ്ക്രീൻ സ്റ്റില്ലായി നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഫിൽറ്റർ ചെയ്യാവുന്നതാണ്. അടുത്തത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ വീഡിയോയുടെ കളർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് കുറേ ഗ്രാഫിക്സുകൾ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിനേക്കാൾ എക്സ്ട്രാ ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന ഗെറ്റ് മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. കുറച്ചുകൂടി എക്സ്ട്രാ ഗ്രാഫിക്സുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഉള്ളത് എ സ്റ്റൈൽ എന്ന ഓപ്ഷനാണ്. അത് നമ്മുടെ വീഡിയോയുടെ സ്റ്റൈൽ മാറ്റാനുള്ളതാണ്. അഥവാ കാർട്ടൂൺ സ്റ്റൈല്, ആർട്ടിക് സ്റ്റൈല്, അതുപോലെ 3D കാർട്ടൂൺ, സ്കെച്ച് മോഡൽ, അങ്ങനെ പല രൂപത്തിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. കുറച്ചുകൂടി എക്സ്ട്രാ സ്റ്റൈൽ ലഭിക്കണമെങ്കിൽ ഗെറ്റ് മോർ കൊടുത്താൽ മതി. അവിടെ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ സ്റ്റൈൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ തൊട്ടടുത്തുള്ളത് മാജിക് റിമൂവർ എന്ന ഓപ്ഷനാണ്. അത് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന്. ഉള്ള സൗണ്ട് എന്ന ഓപ്ഷനാണ്. അത് നമ്മുടെ ഈ വീഡിയോയുടെ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ സൗണ്ട് പിച്ച് കറക്ഷനും അതുപോലെ തന്നെ വോളിയം കൺട്രോളും അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റും വോയിസ് ചേഞ്ചറൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ വീഡിയോയുടെ ഓഡിയോയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഓപ്ഷനാണിത്. പിന്നെ ഉള്ളത് എ വോയിസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഓഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഈ എ വോയിസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഹൈഡ് പോലെ കിടക്കുന്നത്. എ വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷെ നമുക്കിത് മലയാളം അവൈലബിൾ അല്ല, മറ്റു പല ഭാഷകളും അവൈലബിൾ ആണ്. ഇംഗ്ലീഷൊക്കെ ലഭിക്കുന്നതാണ്, പക്ഷെ മലയാളം മാത്രമല്ല. പിന്നെ ഓട്ടോ ക്യാപ്ഷൻ, നമുക്ക് ക്യാപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയുന്നത് അവിടെ എഴുതി കാണിക്കുന്നത്, അതും ഇതുപോലെ തന്നെ മലയാളം നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ ഉള്ളത് വോക്കൽ സെപ്പറേറ്റർ എന്നൊരു ഓപ്ഷൻ. അത് നമ്മുടെ വീഡിയോയിലുള്ള ഓഡിയോ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ സെപ്പറേറ്റ് ആക്കാനുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ. അത് നമുക്ക് വീഡിയോയിലുള്ള ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ രണ്ടും രണ്ടായിട്ട് മാറുന്നതാണ്. ഓക്കെ, പിന്നെ അതിന് പുറമെ നമുക്ക് വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഇവിടെ വേറെയും കുറച്ച് ഓപ്ഷനുകളുണ്ട്. ഓവർലേ എന്നുള്ള ഓപ്ഷൻ നമ്മുടെ മെയിൻ വീഡിയോയുടെ കൂടെ മറ്റെന്തെങ്കിലും വീഡിയോകളോ അല്ലെങ്കിൽ പിക്ചറുകളോ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഓവർലേ എന്ന ഓപ്ഷൻ കൊടുത്ത് മെയിൻ വീഡിയോയുടെ കൂടെ അത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓഡിയോ, നമ്മുടെ ഗാലറിയിലുള്ള ഓഡിയോകളും അതുപോലെ തന്നെ ഇതിനകത്ത് ഉള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ അതുപോലെ എഫക്റ്റുകൾ, ഓഡിയോ എഫക്റ്റുകളൊക്കെ കുറേ ഉണ്ട്. നമുക്കതൊക്കെ ഇതിനോട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറേ സ്റ്റിക്കറുകളുണ്ട്, എഫക്റ്റുകൾ. ഇനി വീഡിയോയുടെ കൂടെ നമുക്ക് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കുക. ഇനി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ആദ്യം അവിടെ താഴെ കാണുന്ന ക്ലിപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതാണോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതൊരു പിക്ചർ ആണെങ്കിൽ പിക്ചർ, അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ വീഡിയോ, അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ആഡ് ചെയ്ത ടൈം ലൈനിൻ്റെ തൊട്ട് താഴെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. പിന്നെ ക്ലിപ്പ് എന്നതിന് ശേഷമുള്ള ഓവർലേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വീഡിയോ സെലക്ട് ചെയ്യാണ്.
അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് താഴെ ഇടത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ആ വീഡിയോയിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇടത്തോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ മാജിക് റിമൂവർ എന്നൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ലോഡ് ആയതിനു ശേഷം മാത്രമേ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവുകയുള്ളൂ. അപ്പോൾ അതുവരേക്കൊന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇത് ലോഡ് ചെയ്ത് തീരും മുമ്പ് തന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് പുറകോട്ട് പോവുകയോ ഹൈഡ് ചെയ്യുകയോ ചെയ്താൽ അത് കട്ടാവുന്നതാണ്. പിന്നെ ഒന്നുകൂടി അത് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ലോഡായി തീരും വരെ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നേരത്തെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി നമ്മൾ കൊടുത്ത ബാക്ക്ഗ്രൗണ്ടായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ തന്നെ സ്ക്രീൻ ഫിറ്റായിട്ട് നിന്നില്ല എങ്കിൽ, ഫുള്ളായിട്ട് നിന്നില്ല എങ്കിൽ മുകളിൽ റേഷ്യോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ മുകളിൽ 16:9 എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ റേഷ്യോ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ രീതിയിലേക്ക് മാറ്റാം. ഇനി നിങ്ങൾക്കിത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അഥവാ വീഡിയോ സേവ് ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന ആരോ ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. റെസൊല്യൂഷനും അതുപോലെ ഫ്രെയിം റേറ്റും ക്വാളിറ്റിയൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്കിത് ഹൈ ക്വാളിറ്റിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ. ഇനി വാട്ടർ മാർക്ക് ഇല്ലാതെ തന്നെ നമുക്കിത് സേവ് ചെയ്യണമെങ്കിൽ താഴെ റിമൂവ് ഔട്ട്റോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഓൺ ആക്കിയാൽ പരസ്യം കാണിക്കും. കുറഞ്ഞ സെക്കൻഡ് 2 പരസ്യം കാണിക്കും. പരസ്യം കണ്ടതിന് ശേഷം സേവ് ആസ് വീഡിയോ എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ സേവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്കിവിടെ പരസ്യം കാണില്ല, കാരണം ഞാൻ പരസ്യം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പരസ്യം എനിക്ക് പ്ലേ ആവുന്നതല്ല. അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ ജസ്റ്റ് വീണ്ടും ഒന്ന് ഓക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും സേവ് ആസ് വീഡിയോ എന്ന് കൊടുക്കുക. അപ്പോൾ അത് സേവ് ആവുകയാണ്. നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് വരുന്ന പരസ്യങ്ങളൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യാമെന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി കാണുക. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ നല്ല ഒരു ക്വാളിറ്റി ഉള്ള വീഡിയോ ആയിരിക്കണം, എന്നാൽ മാത്രമേ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും കുറേ ഓപ്ഷനുകളുണ്ട്, നിങ്ങളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവുമെന്ന് കരുതിയിട്ടാണ് ഞാനത് പ്രധാനമായിട്ടുള്ളത് മാത്രം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം എന്ത് തന്നെയാണെങ്കിലും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഗുഡ് ബൈ.